Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പ്രയർ ആരാണ്? പ്രയർ Close your eyes. Hold your hands together towards chest. Salutations to you, O good God. Give us God's love. Bind us together, God. Grant me wisdom, purity, and purity of character. I will respect my teachers and leaders. We are His promised divine. O my God, hold your hands and raise that high. Okay, sign in. Good afternoon, ma'am. Good afternoon to everyone. You are welcome to our class. A big thanks to each and everyone present here for joining today's class. I heartily welcome to our dear teacher Ashwati ma'am for joining today's class, and also welcome my classmates. I hope that today's class will be beautiful and successful. So once again, welcome ma'am. Please welcome Ashwati teacher and have a good day. Thank you. Okay. നിങ്ങൾ ഓണത്തിന്റെ പ്രോഗ്രാം എന്തെങ്കിലും കണ്ടക്ട് ചെയ്തായിരുന്നോ ക്ലാസ്സില്? ഇല്ല മാം, പറഞ്ഞിട്ടില്ല. ചെയ്യുന്നില്ലേ? ചെയ്യാൻ ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്. ആരും ഗ്രൂപ്പിലൊന്നും ഇതിനെ കുറിച്ച് ചർച്ച ചെയ്തില്ല. ചൊവ്വാഴ്ച ചെയ്യാമോ? നെക്സ്റ്റ് ട്യൂസ്ഡേ. എന്ത് പ്രോഗ്രാമാണ്? എങ്ങനെയാ? ഓണത്തിൻ്റെതായിട്ടുള്ള പ്രോഗ്രാംസുകൾ. നമുക്ക് എന്താ പറയാ, നാടൻ പാട്ടുകൾ പാടാം, ക്വിസ് നടത്താം, അതുപോലെ തന്നെ എന്തെങ്കിലും ഉപന്യാസം, അങ്ങനെയുള്ള നമ്മൾ സ്കൂളുകളിൽ നടത്താറുള്ള മത്സരങ്ങളില്ലേ, അങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാം. രശ്മി മാത്രമാണ് പറയുന്നത്, ബാക്കിയുള്ളവരൊന്നും പറഞ്ഞില്ല. ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാം. ഗ്രൂപ്പിൽ നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യ്. എന്നിട്ട് നെക്സ്റ്റ്, അതായത് നമുക്ക് ബുധനാഴ്ച തുടങ്ങി ഇവിടെ ക്ലാസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോ ചൊവ്വാഴ്ച നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാം വെക്കാം കേട്ടോ. ഓണത്തിന്റെ എല്ലാവരും സെറ്റ് സാരിയെ കൊടുത്തിരിക്കുക, എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് ഇരിക്കുക, എല്ലാവരെയും കാണാമല്ലോ. ഓക്കെ, അപ്പൊ ഓണത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ പ്രോഗ്രാംസ് കുറച്ചു പേരാണെങ്കിലും നിങ്ങൾ ഗ്രൂപ്പിൽ എല്ലാവരോടായിട്ട് ഷെയർ ചെയ്യാം. അന്നൊന്ന് കയറാനായിട്ട് മറ്റുള്ളവരോട് ശ്രമിക്കാനായിട്ട് പറയാം. ഓക്കെ, ഇനി ഉള്ളവരെ വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതുമാണ് കേട്ടോ. അപ്പൊ അതൊന്ന് കോർഡിനേറ്റ് ചെയ്യട്ടോ രശ്മി. ഓക്കെ മാം, ശരി. അപ്പൊ എല്ലാവരും രശ്മി പറയുന്നത് പോലെ കേൾക്കുക, രശ്മിയോടൊന്ന് സപ്പോർട്ട് ചെയ്യുക, അവർക്ക് എല്ലാവിധ സഹായങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുക കേട്ടോ. ബാക്കിയുള്ളവര് അനില, ശുഭ, ഓക്കെ ആണല്ലോ? ആർക്കും എതിരഭിപ്രായം ഒന്നുമില്ലല്ലോ? എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ. നമ്മൾ ഏത് ചാപ്റ്റർ ആയിരുന്നു എടുത്തത് കഴിഞ്ഞ ക്ലാസ്സില്? യൂണിറ്റ് 3 ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ് അല്ലേ? ഓക്കെ. മാം, ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു. അറ്റൻഡൻസിന്റെ ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചെയ്തിട്ടുണ്ടോ? രശ്മി ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. അനില ചെയ്തിട്ടുണ്ടോ? അനില? ഇല്ല മാം, ചെയ്തിട്ടില്ല. ജാൻസി ചെയ്തിട്ടുണ്ടോ? ജാൻസി? ഇല്ല, ഞാൻ ശുഭ ചെയ്തിട്ടുണ്ടോ? ലൈവ് ക്ലാസ്സിൽ കയറിയതല്ലേ? ഓക്കെ. ശുഭ ചെയ്തിട്ടുണ്ടോ? ടീച്ചർ ഞാനും ചെയ്തിട്ടില്ല ടീച്ചർ. പക്ഷെ ഞാൻ ഗൂഗിളിലൊക്കെ നോക്കി, അപ്പൊ ഈ വേറെ സൈസ് കണ്ടു, ഇതേപോലത്തേത് കണ്ടില്ല.
ഇങ്ങനെ കളറൊക്കെ ഇല്ലേ മാഡം, ആബ്സെന്റ് ഉള്ളവർക്ക് ഒരു കളറ്, ഉള്ളവർക്ക് വേറൊരു കളറ്, അങ്ങനെ വെച്ച് കളറ് വെച്ച് ഇങ്ങനെ അറ്റൻഡൻസ് ഇടാന്നുള്ളത് കണ്ടു. പിന്നെ ആണെങ്കിൽ ലീവിന് എല്ല്, ആബ്സെന്റിന് എ, അങ്ങനെയൊക്കെ വെച്ച് ഇടാന്ന് ഉള്ളത് കണ്ടു. പിന്നെ കോളം ആയിട്ട് വരച്ചിട്ടുള്ള അങ്ങനത്തേത് കണ്ടു. നമ്മുടെ ഈ ടെക്സ്റ്റ് ഉള്ളത് കൊണ്ട് ഞാൻ സത്യമായിട്ടും കണ്ടില്ല മാം, ഞാൻ നോക്കിയതായിരുന്നു. പിന്നെ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഫസ്റ്റത്തേത് എല്ലാവരും ഉള്ളത്, പിന്നെ രണ്ടാമത്തേത് രാവിലെ ഉണ്ട് പിന്നെ ഇല്ല, പിന്നെ മൂന്നാമത്തേത് ഉച്ചയ്ക്ക് ശേഷമുണ്ട് രാവിലെ ഉണ്ടായിരുന്നില്ല. പിന്നെ ആ മോർണിംഗ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല മേഡം. പിന്നെ രാവിലെ ഇരുന്ന സ്ഥലമാണോ ആണെന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് രാവിലെ ഇല്ലായിരുന്നു, ഉച്ച കഴിഞ്ഞുണ്ട്. പിന്നെ ആഫ്റ്റർനൂൺ സ്പോട്ടെന്ന് എനിക്ക് മനസ്സിലായത് ആഫ്റ്റർനൂൺ ഇരിക്കണ സ്ഥലമാണെന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് രാവിലെ ഉണ്ട്, ഉച്ചയ്ക്ക് ശേഷം വന്നില്ല. പിന്നെ ഉള്ളത് രാവിലെ ഉണ്ടായിരുന്നു, ഉച്ചയ്ക്ക് ശേഷം ലീവായിരുന്നു. പിന്നെ മനസ്സിലായത് രാവിലെ ലീവായിരുന്നു, ഉച്ചയ്ക്ക് ശേഷം വന്നു. പിന്നെ ഉള്ളത് ഫുൾ ഡേ ലീവായിരുന്നു. പിന്നെ ആ എന്നിട്ടേക്കുന്ന ഫുൾ ഡേ ആബ്സെന്റ് ആയിരുന്നു. അങ്ങനെയാ ഇത് എനിക്ക് മനസ്സിലായത്. ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ വേറെ സൈസ് ഒക്കെ ഇങ്ങനെ കണ്ടു, കളറിന്റെയും ലെറ്റർ വെച്ച് അങ്ങനെയൊക്കെ ഉള്ളത്. ഇത് തന്നെ കണ്ടതില്ല മാഡം. ഓക്കെ. വളരെ ചെയ്തായിരുന്നോ ആക്ടിവിറ്റി? മിസ് ഞാൻ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ഞാനൊരു ഓണം പ്രോഗ്രാമിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പില് ചർച്ച നടക്കും അതിന്റെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനായിട്ട് ഓണത്തിന്റെ ചൊവ്വാഴ്ച. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന്, ഇപ്പൊ രശ്മിയാണ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ചേർന്നത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ആര്യ കേൾക്കുന്നുണ്ടോ? ആര്യ ഷൈൻ. യെസ് മാം, ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ, എന്താന്ന് മനസ്സിലായില്ല. അത് ചൊവ്വാഴ്ചയാണോ മാം വരുന്നത്? അതെ, ചൊവ്വാഴ്ച എന്റെ മോളെ അംഗനവാടിയിൽ പരിപാടി. കേറാൻ പറ്റില്ലേ? ഇടയ്ക്ക് വെച്ച് ജോയിൻ ചെയ്യാൻ പറ്റില്ലേ? നിങ്ങൾ നോക്കും എന്തായാലും പ്രോഗ്രാം ഒക്കെ എങ്ങനെയാണെന്നൊക്കെ നോക്കും കേട്ടോ. ഡിസ്കഷൻ ആദ്യം നടക്കട്ടെ, അത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ തീരുമാനിക്കാം. ഓക്കെ. അപ്പൊ എന്തായാലും ഉള്ള ചെറിയൊരു പ്രോഗ്രാം ആണെങ്കിലും അത് കണ്ടക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ. മാം ഇത് വായിക്കണോ എഴുതിയത്? ആക്ടിവിറ്റി ഒന്ന് റീഡ് ചെയ്തോളൂ, എന്താണ് മനസ്സിലായി എന്നുള്ളത് നമുക്ക് നോക്കാം. മിസ് ഇത് ഫുൾ കറക്റ്റ് ആണോന്ന് അറിയില്ല, എന്നാലും ഞാൻ സെർച്ച് ചെയ്ത് കിട്ടിയത് വെച്ചിട്ട് എഴുതിയതാ. ഫസ്റ്റ് വൺ, full present. In a class, full present in attendance means student is present for the class, both morning and afternoon session. Okay. Next one, morning present. The student is present during the morning session, but their attendance for afternoon is not specified. Third one, afternoon present. പറയാമോ? മലയാളത്തിലും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഫസ്റ്റ് തൊട്ട് പറയണോ? ഫസ്റ്റ് ഫുൾ പ്രസന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൽ മോർണിംഗും ആഫ്റ്റർനൂണും രണ്ട് നേരം പ്രസന്റ് ആയിരുന്നു. ചില സ്കൂളിലൊക്കെ ആഫ്റ്റർനൂണും ഇങ്ങനെ അറ്റൻഡൻസ് എടുക്കും. ഞാൻ +2 പഠിക്കുമ്പോൾ കണ്ടായിരുന്നു, കുട്ടികൾ മുങ്ങുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ അറ്റൻഡൻസ് എടുക്കും. മോർണിംഗ് പ്രസന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ മോർണിംഗ് സെഷനിൽ പ്രസന്റ് ആയിരുന്നു, പക്ഷെ ഉച്ചയ്ക്ക് ശേഷം പ്രസന്റ് ആണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. ആഫ്റ്റർനൂൺ പ്രസന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർനൂൺ സെഷനിൽ പ്രസന്റ് ആണ്, പക്ഷെ രാവിലെ പ്രസന്റ് ആണെന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ടില്ല. നെക്സ്റ്റ്, മോർണിംഗ് സ്പോട്ട്. This indicates the student is present for a specific event or activity during morning. അതാണോ വരുന്നത്? മോർണിംഗ് സ്പോട്ട് എന്ന് പറഞ്ഞാലേ ആ ഒരു സമയത്ത് മാത്രം, അതായത് ചില കുട്ടികൾ വന്നിട്ട് ഇപ്പൊ രാവിലെയൊക്കെ സ്കൂളിലേക്കായിട്ട് വരും, പക്ഷെ ചില സമയത്ത്, അതായത് അവര് ചിലപ്പോ എന്തെങ്കിലും ഒരു അത്യാവശ്യ കാരണം കൊണ്ട് ചിലപ്പോ ഒരു കുറച്ചു നേരം ഇരുന്നിട്ട് ചിലപ്പോ പാരന്റ്സ് വന്ന് വിളിച്ചുകൊണ്ട് പോകാം. ദാറ്റ് ഈസ് മോർണിംഗ് സ്പോട്ട് കേട്ടോ. അതായത് ആ ഒരു സ്പെസിഫിക് ടൈമിൽ മാത്രം. സ്പെസിഫിക് ഇവന്റ് ഓർ ആക്ടിവിറ്റി ഡ്യൂറിംഗ് മോർണിംഗ്, ഇത് ഇങ്ങനെ പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റും. സ്പെസിഫിക് ടൈമിൽ മാത്രം പ്രസന്റ് ഉണ്ടാകുന്നതാണ് മോർണിംഗ് സ്പോട്ട് കേട്ടോ. ആ വിളിക്കുന്ന സമയത്ത് ചിലപ്പോ ആ കുട്ടി ഉണ്ടാകാം, അല്ലെങ്കിൽ ചിലപ്പോ പോകാം. അപ്പൊ ആ ഒരു സമയത്തിന് ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ. മോർണിംഗ് ആബ്സെന്റ്, ആഫ്റ്റർനൂൺ പ്രസന്റ്.
മിസ് അതിലില്ലേ ആ സിമ്പല് ഫസ്റ്റ് ആഫ്റ്റർനൂൺ പ്രസന്റിന്റെയും പിന്നെ ഈ മോർണിംഗ് ആബ്സെന്റ് ആഫ്റ്റർനൂൺ പ്രസന്റിന്റെയും സെയിം അല്ലേ സെയിം വരുന്നത്? ആണ് കേട്ടോ. അത് സെയിം തന്നെയാണ് അവിടെ പറയുന്നത്, രണ്ടായിട്ട് ആ കൊടുത്തിട്ടുണ്ട്. സ്റ്റുഡന്റ് വാസ് ആബ്സെന്റ് ഡ്യൂറിങ് മോർണിംഗിൽ ആബ്സെന്റ് ആയിരുന്നു, പക്ഷെ ആഫ്റ്റർനൂൺ പ്രസന്റ്. പിന്നെ ആഫ്റ്റർനൂൺ സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ രാവിലെ പ്രസന്റ് അല്ല, പക്ഷെ ആഫ്റ്റർനൂൺ സ്പെസിഫിക് ഇവന്റില് പ്രസന്റ് ആയിരുന്നു. അതാണ് ആഫ്റ്റർനൂൺ സ്പോട്ട് കേട്ടോ. ഓക്കെ. പിന്നെ മോർണിംഗ് പ്രസന്റ് ആഫ്റ്റർനൂൺ ആബ്സെന്റ്. ദ സ്റ്റുഡന്റ് വാസ് പ്രസന്റ് ഡ്യൂറിങ് മോർണിംഗ്. രാവിലെ പ്രസന്റ് ആയിരുന്നു, പക്ഷെ ആഫ്റ്റർനൂൺ ആബ്സെന്റ് ആണ്. ദെൻ മോർണിംഗ് പ്രസന്റ് ആഫ്റ്റർനൂൺ ലീവ്. ഈ ആബ്സെന്റും ഈ ലീവും തമ്മിൽ എന്താ ഇത് വരുന്നത്? ലീവ് എന്ന് പറഞ്ഞാലേ, ലീവ് എന്ന് പറയുന്നത് ചില സ്കൂളുകള് മൊത്തമേ അവധി കൊടുക്കാറില്ലേ, ആ ഉച്ചയ്ക്ക് ശേഷം അവധി കൊടുക്കാറുണ്ട്. ആബ്സെന്റ് എന്ന് പറഞ്ഞാല് നമ്മളായിട്ട് ലീവ് ആകുന്നതാണ്. പക്ഷെ ലീവ് കൊടുക്കുക എന്ന് പറഞ്ഞാല് അത് ആ സ്കൂള് മൊത്തത്തിലായിട്ട് കൊടുക്കില്ലേ. ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഉണ്ടാവില്ല, ഏതെങ്കിലും ഒരു വല്ല മീറ്റിംഗ് നടക്കുവാണെങ്കിലോ അല്ലെങ്കിൽ വല്ല പ്രോഗ്രാം നടക്കുവാണെങ്കിലോ കുട്ടികളെ മൊത്തത്തില് തന്നെ ചെയ്യാറുണ്ട്, സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടാറില്ലേ. ദാറ്റ് ഈസ് ലീവ് കേട്ടോ. ആ സിമ്പൽ അവിടെ കൊടുത്തത് ക്ലിയർ ആവുന്നില്ലേ, എന്താ ശരിക്കും വരുന്നത് അവിടെ? വൺ ആ ഒരു സ്ലാഷ് ഇട്ടിട്ട് രണ്ടാമത്തെ കോളത്തിൽ 1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. വണ്ണ് ആഫ്റ്റർനൂൺ ആബ്സെന്റ് ഉള്ളിടത്തില് പോയിന്റ് ആണോ വരുന്നത്? എന്താണ്? ആഫ്റ്റർനൂൺ ആബ്സെന്റ് ഇല്ലേ, മോർണിംഗ് പ്രസന്റ് ആഫ്റ്റർനൂൺ ആബ്സെന്റ്, അവിടെ വരുന്നത് ഒരു പോയിന്റ് ആണോ? അല്ലല്ല, 1 തന്നെയാണ് വരുന്നത് കേട്ടോ. പോയിന്റ് അല്ല, 1 കൊടുക്കുക കേട്ടോ. രണ്ടിനും 1 തന്നെയാ വരിക? അപ്പൊ രണ്ടിനും 1 തന്നെയാണ് വരിക. രണ്ടിനും 1 തന്നെയാണ്. രണ്ടിന്റെ മീനിങ്ങും ഏകദേശം ഒരേപോലെ തന്നെ ആയിരിക്കും അല്ലെ? രാവിലെ പ്രസന്റ് ആണ്, ആഫ്റ്റർനൂൺ ലീവ് ആണ്. അതെ അതെ. ഓക്കെ. സിമ്പിളിന് ചെറിയ വ്യത്യാസമുണ്ട്, വളരെ മൈന്യൂട്ട് ആയിട്ട് നമുക്ക് വ്യത്യാസം കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. സിമ്പിൾ അതേപോലെ മോർണിംഗ് ലീവ് ആഫ്റ്റർനൂൺ പ്രസന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് രാവിലെ സ്കൂളിൽ മൊത്തമേ എന്താണ് അവധിയായിരുന്നു, ഉച്ചയ്ക്ക് ഫുൾ ഡേ ലീവ് എന്ന് പറഞ്ഞാൽ ഫുൾ ഡേ ദിവസം മുഴുവൻ സ്കൂൾ ലീവ്. അതായത് സ്കൂളിലെ മൊത്തത്തിനെ അവധി. ഇപ്പൊ ഇൻഡിപെൻഡൻസ് ഡേ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ഇപ്പൊ ഇന്നലെ എന്താണ് അയ്യങ്കാളി ജയന്തി ആയിരുന്നല്ലോ, നമുക്കതില്ല, സ്കൂൾ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇന്ന് മിക്ക സ്കൂളുകളിലും ഓണം സെലിബ്രേഷൻ വെച്ചേക്കുന്നത്. അപ്പൊ അത് ഫുൾ ഡേ ലീവാണ്, സ്കൂളിൽ മൊത്തമേ അവധി കൊടുക്കുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ഫുൾ ഡേ ആബ്സെന്റ്. ആ സ്റ്റുഡന്റ് വാസ് ആബ്സെന്റ് ഫോർ ദ എൻറ്റയർ ഡേ. ഒരു ദിവസം മൊത്തം ലീവ്. അവധിയാണെങ്കിൽ ആബ്സെന്റ് എന്നാണ് കൊടുക്കുന്നത്. അപ്പൊ പല സ്കൂൾ കൊടുക്കുന്ന അവധികളുണ്ട്, കുട്ടി സ്വയമേ എടുക്കുന്ന ലീവുകളുണ്ട്. അതൊക്കെ വേർതിരിച്ചിട്ടാണ് കോളം ചെയ്യുക കേട്ടോ. എക്സാമിന് ഇങ്ങനെ വരുമോ ക്വസ്റ്റ്യൻ ഈ സിമ്പിൾ തന്നിട്ട്? സിമ്പിള് തരും. സിമ്പിള് തന്നിട്ട് അത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിമ്പിൾ ഉണ്ടാവില്ല. ഇപ്പൊ ഫുൾ ഡേ ഫുൾ പ്രസന്റ് ചോദിക്കാം, അതെ ഫുൾ ഡേ ആബ്സെന്റ് ചോദിക്കാം, ഫുൾ ഡേ ലീവ് ചോദിക്കാം, മോർണിംഗ് സ്പോട്ട് ചോദിക്കാം, അതുപോലെ ആഫ്റ്റർനൂൺ സ്പോട്ട് ചോദിക്കാം. അപ്പൊ അത്തരത്തിലുള്ള സിമ്പിൾ, അതായത് ഈ സിമ്പിള് ഡിനോട്ട് ചെയ്യാനായിട്ട് പറയും, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറയും. അപ്പൊ സിമ്പിള് കൊടുത്തിട്ടുണ്ടാകും, അത് നിങ്ങൾ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ മാർക്ക് ചെയ്യാം. അങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. കഴിഞ്ഞത് ഓക്കെ, കഴിഞ്ഞു. ഇനി പേജ് നമ്പർ എന്താണ് പേജ് നമ്പർ ഒന്ന് ഷെയർ ചെയ്യാമോ ആരെങ്കിലും? 168 ആണോ? 62 അല്ലേ? ഓക്കെ. ഇനി വേറെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഓക്കെ, then അടുത്തത് റീഡ് ചെയ്യാം നിങ്ങൾ. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്ലാനിങ്, അത് തുടങ്ങിയാണ് ഇനി എടുക്കാനായിട്ടുള്ളത് കേട്ടോ. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ്
planning. റീഡ് ചെയ്ത് കഴിഞ്ഞോ? റീഡ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ തമ്പ് ചെയ്യാട്ടോ. അളക ഒന്ന് റീഡ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാമോ അളക? യെസ് മിസ്. ഓക്കെ. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്ലാനിങ്. പ്ലാനിങ്ങിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ. ഇപ്പം ഒരു സ്കൂളിലാവുമ്പം അവിടുത്തെ ജോലി സംബന്ധമായിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടാകും, പിന്നെ ചെലവ്, പിന്നെ അവിടേക്ക് വേണ്ട എക്യുപ്മെന്റ്സ്. അപ്പം അങ്ങനെ പിന്നെ ടൈം ഫാക്ടർ, അങ്ങനെ അത് വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ പോരെ മിസ്? മതി. ഫസ്റ്റ് വൺ, വർക്ക് ഫാക്ടർ. ഈസ് ഇറ്റ് സിമ്പിൾ ഓർ കോംപ്ലക്സ്? ടൈം, ഓപ്പറേഷൻ ഓർ റിപ്പീറ്റേറ്റീവ്? വർക്ക് ഫാക്ടറില് അത് സിമ്പിൾ ലളിതമാണോ അല്ലെങ്കിൽ കോംപ്ലക്സ് സങ്കീർണമായിട്ടുള്ളതാണോ എന്നുള്ളത് പ്ലാൻ ചെയ്യണം. പിന്നെ സമയം, ടൈം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സമയത്തിന്റെ പ്രവർത്തനത്തിന്റെ സമയമാണോ മിസ് പറയുന്നത്? അതായത് ടൈം എപ്പോഴൊക്കെയാണ് അതിന് നമ്മള് മാറ്റി വെക്കേണ്ടത്, എപ്പോഴാണ് പ്രോപ്പർ ടൈം, എപ്പോഴാണ് അത് റിപ്പീറ്റേറ്റീവ് ആയിട്ട് വരുന്നുണ്ടോ ആ കാര്യം. റിപ്പീറ്റേറ്റീവ് ആയിട്ട് വരുന്നു. ഓക്കെ. സെക്കൻഡ് വൺ, സ്റ്റാഫ് ഫാക്ടർ. ജീവനക്കാരുടെ കഴിവുകൾ, സ്കിൽസ് ഓഫ് ടാലൻസ് ഓഫ് സ്റ്റാഫ് റിക്വയർഡ്. കഴിവുള്ള സ്കിൽസ് ഓഫ് ടാലന്റ് ഓഫ് സ്റ്റാഫ് റിക്വയർഡ്. സ്റ്റാഫിന് ആവശ്യമായിട്ടുള്ള കഴിവിനാണോ ഉദ്ദേശിക്കുന്നത്? എന്താണ്? അതെ അതെ, സ്റ്റാഫിന് ആവശ്യമായ കഴിവ്, ടാലന്റ് എത്രത്തോളം ഉണ്ടെന്ന്. ഓരോ എത്രത്തോളം ജോലികൾ ഉണ്ടെന്നത് കൊടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കായിരിക്കും കൊടുക്കുന്നത് അല്ലെ. അത്തരത്തില് സ്കില്ലുകളോ അല്ലെങ്കിൽ ടാലൻസോ ഉള്ള ആളുകൾക്കായിരിക്കും കൊടുക്കുന്നത്. അതാണ് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ്, കോസ്റ്റ് ഫാക്ടർ. യൂസ്ഫുൾനെസ് ടു ദ സ്റ്റുഡൻസ്.
വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള അതാണോ മിസ്? അതായത് വിദ്യാർത്ഥികൾക്ക് എത്രമാത്രം അത് ഉപകാരപ്രദമാണ്. ഉപകാരപ്രദമാണ്. കോസ്റ്റ് ഫാക്ടർ. ടീച്ചേഴ്സ് ഓർ കമ്മ്യൂണിറ്റി. പിന്നെ പിന്നെ അതുപോലെ തന്നെ ആ ഒരു ടീച്ചേഴ്സിനും സമൂഹത്തിനും അതെ അതെ. അത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുള്ളതല്ലേ. പിന്നെ ടൈം ഫാക്ടർ എന്ന് പറഞ്ഞാൽ അർജൻസി ഓഫ് ദ പ്ലാൻ. അർജൻസി ഓഫ് പ്ലാൻ പദ്ധതിയുടെ എത്ര ടൈം ലിമിറ്റിനുള്ളിൽ തീർക്കണം, അതിന്റെ ആവശ്യം എന്താണ്, അതിന്റെ എമർജൻസി എന്താണെന്നുള്ളത് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് എക്യുപ്മെന്റ് ഫാക്ടർ എന്ന് പറയുന്നത് മെറ്റീരിയൽസ്, മെഷീൻസ് ആൻഡ് സ്പേസ്. സ്കൂളിൽ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസും പിന്നെ എക്യുപ്മെന്റ്സ് പിന്നെ സ്പേസ് അതിന്റെ ഒക്കെ പ്ലാനിങ്. ഓക്കെ, അപ്പോ പ്ലാനിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ആദ്യം എന്ന് പറയുന്നത് വർക്ക് ഫാക്ടർ ആണ്. വർക്ക് ഫാക്ടർ എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം സ്കൂളിൻ്റെതായിട്ടുള്ള പ്ലാനിങ് നടത്തുമ്പോൾ എന്തൊക്കെ ജോലികളാണ് ഉണ്ടാവുക. ആ ജോലികൾ എന്ന് പറയുന്നത് സിമ്പിൾ ആണോ കോംപ്ലക്സ് ആണോ, വളരെ ലളിതമാണോ അല്ലെങ്കിൽ സങ്കീർണമായിട്ടുള്ള ജോലികളാണോ എന്ന് നമ്മൾ നോക്കാറുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ടൈം ഓപ്പറേഷൻ അല്ലെങ്കിൽ റിപ്പറ്റേറ്റീവ്, അതായത് എത്ര സമയം എടുത്തിട്ടാണ് ആ പ്ലാൻ ചെയ്യുന്നത്, അത് തുടർച്ചയായിട്ട് വരുന്നതാണോ. അതായത് ഓരോ പ്ലാനിങ്ങിനും ഇപ്പൊ സ്കൂൾ ബെല്ലടിക്കുകയാണ്, ഫസ്റ്റ് ബെല്ലടിക്കുവാണ്, അതിനൊരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ടാവും അല്ലെ. എത്ര സമയത്താണ് നമ്മൾ ബെല്ലടിക്കുന്നത്, ഇതൊക്കെ തന്നെ കൃത്യമായി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. പിന്നെ അത് റിപ്പറ്റേറ്റീവ് ആണോ എന്ന് നോക്കുന്നുണ്ടാകും. ദെൻ അതുപോലെ തന്നെ സ്റ്റാഫ് ഫാക്ടർ എന്ന് പറയുന്നത് അതായത് അവിടെയുള്ള സ്റ്റാഫുകളുടെ അവരുടെ ടാലന്റ് എന്താണ്, അവരുടെ സ്കില്ലുകൾ എന്താണെന്നാണ് സ്റ്റാഫ് ഫാക്ടറിൽ പറയുന്നത് കേട്ടോ. ദെൻ കോസ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ യൂസ്ഫുൾനെസ് ടു ദ സ്റ്റുഡൻസ്, ഈ പ്ലാനിങ് നടപ്പിലാക്കുന്നത് കൊണ്ട് കുട്ടികൾക്കുള്ള ഗുണം എന്താണ്, ദാറ്റ് ഈസ് കോസ്റ്റ് ഫാക്ടർ. അതുപോലെ ടീച്ചേഴ്സിനും അതുപോലെ സമൂഹത്തിനും ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്. ദെൻ ടൈം ഫാക്ടർ എന്ന് പറഞ്ഞാൽ അർജൻസി ഓഫ് ദ പ്ലാൻ ആണ്, പ്ലാനിന്റെ ആവശ്യകത, അത് എത്ര സമയം കൊണ്ട് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം അല്ലെ, അപ്പൊ അതിന്റെ ആ ഒരു അർജൻസി. ദെൻ എക്യുപ്മെന്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനമാകുമ്പോൾ അവിടെ മെറ്റീരിയൽസ് ഉണ്ടാവാം, മെഷീൻസ് ഉണ്ടാവാം, സ്പേസ് ഉണ്ടാവാം, ആ കാര്യങ്ങളൊക്കെയാണ് എക്യുപ്മെന്റ് ഫാക്ടറിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കുക കേട്ടോ. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് പ്ലാനിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വർക്ക് ഫാക്ടർ ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാഫ് ഫാക്ടർ ഉണ്ട്, കോസ്റ്റ് ഫാക്ടർ ഉണ്ട്, ദെൻ ടൈം ഫാക്ടർ ഉണ്ട്, എക്യുപ്മെന്റ് ഫാക്ടർ ഉണ്ട്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ, എല്ലാവർക്കും മനസ്സിലായോ? ദെൻ അടുത്തത് റീഡ് ചെയ്തോളൂ കേട്ടോ, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്.
ആര്യ ഷൈൻ ഒന്ന് റീഡ് ചെയ്തേ. ആര്യ. Yes, ma'am. Reliant upon the strength of the school, the teacher is entrusted with the work of fees collection. Even the accept the principal or the head of the institution, other teacher will not be given the work of salary Disrobement. or making financial decisions. ബാക്കി വായിക്കണോ? ബാക്കി വായിച്ചോളൂ. എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. Financial management emphasizes the aspect of a school finance, budgeting, and according producers, the control and management of school finance is the major responsibility of a school head. School finance is assigned to the money needed to pay staff, maintaining the institution, and keep service going. Budget refers to the financial plan for a year. It includes the expected revenue and expenditure of each year. Accounting refers to the record keeping information about income and expenditure, showing the net loss or surplus. The സ്കൂളിന്റെ മനസ്സിലായത് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. സ്കൂളിന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് സ്കൂളിന്റെ ഹെഡ് ഓഫ് ദ സ്കൂൾ ആണ്. പിന്നെ അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് സ്കൂളിന്റെ എല്ലാ ചെലവുകൾക്കും പിന്നെ സ്റ്റാഫുകൾക്കുള്ള സാലറി ഇതൊക്കെയാണ് അതിനകത്ത്. അത് ഒരു വർഷത്തെ പ്ലാനിങ് ആണ്, ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ്. ഇത് മാത്രമാണ് മനസ്സിലായത്. വേറെ ഓക്കെ. ഇവിടെ പറയുന്നുണ്ട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണല്ലോ പറയുന്നത്, സാമ്പത്തിക സഹായം. അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. റിലൈൻഡ് അപ്പോൺ ദി സ്ട്രെങ്ത് ഓഫ് ദി സ്കൂൾ, ദി ടീച്ചർ ഈസ് എൻട്രസ്റ്റഡ് വിത്ത് ദി വർക്ക് ഓഫ് ഫീസ് കളക്ഷൻ. Even the expect the principal or the head of the institution, other teachers will not be given the work of salary, disbursement or making financial decision. ഡിസ്ട്രോപ്മെന്റ് എന്ന് പറഞ്ഞാൽ വിതരണം എന്നാണ് കേട്ടോ. സാലറി ഡിസ്ട്രോപ്മെന്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താ? ശമ്പള വിതരണം. ഓക്കെ. അപ്പോ അതായത് സ്കൂളിന്റെ സ്ട്രെങ്തിനനുസരിച്ചിട്ടാണ് ഫീസ് കളക്ട് ചെയ്യുന്നത്. വലിയ സ്കൂളുകളാണെങ്കിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാകും, അപ്പോ ഫീസ് കളക്ട് ചെയ്യുന്നത് കൂടുതലായിരിക്കാം. ഇനി ചെറിയ സ്കൂൾ ആണെങ്കിൽ കുട്ടികൾ എന്ന് പറയുന്നത്, സ്റ്റുഡൻസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കും അവിടെ ഫീസ് കളക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ സ്കൂളിലെ സ്റ്റുഡൻസിന്റെ സ്ട്രെങ്ത് അനുസരിച്ചിട്ടാണ് പല സ്കൂളുകളും എന്ത് ചെയ്യുന്നത്? ഫീസ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോ അവിടെ ഇപ്പൊ ഒരു സ്കൂളിലെ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ അതിലെ ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പൾ ആണ് എന്ത് ചെയ്യുന്നത്? അതായത് കുട്ടികളിൽ നിന്ന് ഫീസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചുമതല ടീച്ചേഴ്സിന് കൊടുക്കുന്നത്. ആരാണ് ക്ലാസ് റൂമുകളിൽ നിന്ന് ഫീസ് കളക്ട് ചെയ്യുന്നത്? ആരാ? പ്രിൻസിപ്പൾ നേരിട്ട് വന്നിട്ടാണോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആണോ കളക്ട് ചെയ്യുക ഫീസ്? ടീച്ചേഴ്സ് വന്നിട്ട് എന്ത് ചെയ്യും? കുട്ടികളിൽ നിന്ന് ഫീസ് കളക്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഫീസ് കളക്ട് ചെയ്യുന്ന ജോലി മാത്രമാണ് പ്രിൻസിപ്പൾ എന്ത് ചെയ്യുക? ഈ ഒരു ടീച്ചേഴ്സിന് കൊടുക്കുക. മറിച്ച് ഫിനാൻഷ്യൽ ഡിസിഷൻസ്, അതായത് പ്രധാനപ്പെട്ട സാമ്പത്തികപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ ശമ്പളം വിതരണം ചെയ്യാനോ ഉള്ള ഡ്യൂട്ടി ടീച്ചേഴ്സിനില്ല. അതൊക്കെ ആർക്കാ ഉള്ളത്? ശമ്പള വിതരണം, സാലറി സപ്ലൈ ചെയ്യുന്നത് ആരാ സ്കൂളില്? പ്രിൻസിപ്പൽ. ഒന്നില്ലെങ്കിൽ മാനേജ്മെന്റ് നേരിട്ടാവാം, ബാങ്ക് അക്കൗണ്ട് വഴിയാളുമ്പോ കൂടുതലൊക്കെ കിട്ടാം, അല്ലെങ്കിൽ പ്രിൻസിപ്പൾ നേരിട്ടാകാം. ഓക്കെ. പണ്ട് കാലത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, പണ്ടത്തെ കാലത്തൊക്കെ പ്രിൻസിപ്പൾ അല്ലേ ശമ്പളം കൊടുക്കുക ടീച്ചേഴ്സിന്. ഒരു കവറിലാക്കി കൊടുക്കും അല്ലെ, സാലറി കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? സിനിമയിലൊക്കെ ഉണ്ടല്ലോ, കണ്ടിട്ടില്ല? കണ്ടിട്ടുണ്ട് അല്ലെ. ഓക്കെ. ഇപ്പൊ പുതിയ രീതിയാണ്, എല്ലാവർക്കും ത്രൂ അക്കൗണ്ട് വഴിയാണ് ട്രാൻസ്ഫർ ചെയ്യുക അല്ലെ. ഓക്കെ. അപ്പോ പ്രധാനപ്പെട്ട സാമ്പത്തികപരമായിട്ടുള്ള തീരുമാനങ്ങൾ, ഫിനാൻഷ്യൽ ഡിസിഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശമ്പള വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ മറ്റ് ടീച്ചേഴ്സിന് ഇടപെടാനായിട്ട് അധികാരമില്ല. പിന്നെ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്കൂൾ ഫിനാൻസ്, ബഡ്ജറ്റിംഗ് ആൻഡ് അക്കൗണ്ടിംഗ് പ്രൊസീജിയർ ആണ്. അതായത്
സ്കൂളിന്റെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങള്, അതിന്റെ ബഡ്ജറ്റ്, അതായത് വരവ് ചെലവ് കണക്കുകൾ അല്ലെ. അതായത് ഒരു സ്കൂളിൽ മൊത്തം എത്രയാണ് ഒരു വർഷം ചെലവഴിച്ച തുക, അവർക്ക് എക്സ്പെൻസ് വന്ന തുക എത്രയാണ്, അവർക്ക് ഇൻകം റവന്യൂ കിട്ടിയ തുക എത്രയാണ്, ഇതൊക്കെ കൂടി കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് അല്ലെ. പിന്നെ ഒരു സ്കൂളില് ഇന്ന കാര്യത്തിന് വേണ്ടി ഇത്ര തുക മാറ്റി വെച്ചു. ഫോർ എക്സാമ്പിൾ, അതായത് ഉച്ചഭക്ഷണ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഒരു 10,000 രൂപ മാറ്റി വെച്ചു, ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഒരു 20,000 രൂപ മാറ്റി വെച്ചു. അങ്ങനെ പലതരത്തിലുള്ള കണക്കുകൾ സ്കൂളിൽ ഉണ്ടാകാം. അപ്പൊ ഇത്തരത്തില് ഫണ്ടുകൾ ഏതിനൊക്കെ വേണ്ടി മാറ്റിവെച്ചു, എന്തൊക്കെയാണ് അതിന്റെ ഉപയോഗങ്ങള് എന്നിങ്ങനെ പലതരത്തിലുള്ള കാൽക്കുലേഷൻസ് നടത്തുന്നതിനെ നമുക്ക് ബഡ്ജറ്റിംഗ് എന്ന് വിളിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ അക്കൗണ്ടിങ് പ്രൊസീജിയർ, അതായത് നമ്മൾ ഇത്ര രൂപ ഇത്ര ആവശ്യത്തിനാണ് ചെലവാക്കിയത്, അതായത് വെട്ടിപ്പും തട്ടിപ്പും ഒന്നും നടത്തിയിട്ടില്ല. ഇത് അറിയുന്നതിന് വേണ്ടിയിട്ട് ആരാണ് സ്കൂളിലേക്ക് വരിക? ഓഡിറ്റർ വരാറില്ലേ? കേട്ടിട്ടുണ്ടോ? ഓഡിറ്റർ അക്കൗണ്ടുകൾ പരിശോധിക്കാനായിട്ട് സ്കൂളിന്റെ ബഡ്ജറ്റ് അക്കൗണ്ടിങ് കേട്ടിട്ടുണ്ടോ? ഓഡിറ്ററിനെ കുറിച്ച് കേട്ടിട്ടില്ലേ നിങ്ങള്? ഏതൊരു സ്ഥാപനമാണെങ്കിലും അത് സ്കൂള് തന്നെ ആകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനും അതിൻ്റെതായിട്ടുള്ള ബഡ്ജറ്റുകൾ ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള അക്കൗണ്ടുകൾ ഉണ്ട് അല്ലെ. അതായത് പലതരത്തിലുള്ള അക്കൗണ്ടിങ് പ്രൊസീജിയർ ഉണ്ട്. ഈ പ്രൊസീജിയർ നടക്കുന്നത് എന്താണ്? ഒരു വർഷം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടക്കുന്ന സാമ്പത്തിക ക്രയങ്ങൾ എന്ന് പറയും അല്ലെ. അതായത് മൊത്തം എത്ര എക്സ്പെൻസ് ആണ് നമ്മൾ ചെലവാക്കിയിട്ടുള്ളത്, അതുപോലെ അതിന്റെ റവന്യൂ എത്രയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്ത് അത് കണ്ടുപിടിക്കുന്നതാണ് അക്കൗണ്ടിങ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എന്ത് പറയുന്നത്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്കൂൾ ഫിനാൻസിന്റെ മേജർ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആരുടെ കയ്യിലാണ്? അത് സ്കൂൾ ഹെഡിന്റെ കയ്യിലാണ് അല്ലെ. അതായത് പ്രധാനമായിട്ടും സ്കൂൾ തലവന്റെ കയ്യിലാണ് അതുള്ളത്. അവരാണ് സ്കൂൾ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അതുപോലെ തന്നെ സ്കൂൾ ഫിനാൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇതിനകത്ത് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വരുന്നുണ്ട്. നീഡഡ് ടു പേ സ്റ്റാഫ്, അതായത് ഒരു സ്ഥാപനത്തില് ജോലിക്കാരുണ്ടാവും, അവർക്ക് ശമ്പളം കൊടുക്കുക, അതുപോലെ തന്നെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക ഒക്കെ ഇതിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ആണ്, ഒരു വർഷത്തേക്കുള്ള ഒരു സാമ്പത്തിക പദ്ധതിയെയാണ് ബഡ്ജറ്റ് എന്ന് പറയാ. നിങ്ങൾ കണ്ടിട്ടില്ലേ ടിവിയിലൊക്കെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? ധനകാര്യമന്ത്രി കണ്ടിട്ടുണ്ടോ? എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറയാ? എന്തൊക്കെ കാര്യങ്ങളാണ് പറയാ? പറയൂ. ടിവിയില് മാഡം പ്രോഫിറ്റ്, ലോസ്, പിന്നെ ആ ഒരു വർഷം നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായത് ഏതൊക്കെ വഴിയിൽ നിന്നാണ്, ലോസ് ഉണ്ടായത് ഏതൊക്കെ വഴിയിൽ നിന്നാണ്, പിന്നെ അടുത്ത വർഷത്തേക്കുള്ള നമ്മൾ എന്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതിന് എന്തൊക്കെ എമൗണ്ട് എത്രയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്, അപ്പൊ അതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ലാഭം എന്തൊക്കെയായിരിക്കും. അതെ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ബഡ്ജറ്റിൽ ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു വർഷത്തേക്കാണ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് റവന്യൂ എത്രയാണ്, നമ്മൾ പ്രതീക്ഷിച്ച വരുമാനം എത്രയാണ്, അതുപോലെ ആ വർഷം ചെലവായ തുക എക്സ്പെൻഡിച്ചർ എത്രയാണ് എന്നൊക്കെ അതിനകത്ത് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ടാകും. Then accounting എന്ന് പറയുന്നത് refers to the record keeping information about income and expenditure showing the net loss or surplus. അതായത് നെറ്റ് ലോസ് ഓർ സർപ്ലസ് എന്ന് പറഞ്ഞാൽ മിച്ച മൂല്യമാണ്. അതായത് നമ്മൾക്ക് എന്താണ് എന്തെങ്കിലും ലാഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇപ്പോ ഒരു വർഷം നമ്മൾ ഇത്തരത്തിലുള്ള പ്ലാനുകളൊക്കെ ബഡ്ജറ്റിംഗ് തയ്യാറാക്കി അതിനകത്ത് നമുക്ക് ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ് സഹായിക്കുന്നത്. അക്കൗണ്ടിങ്ങിൽ റെലവെന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സ്കൂൾ ഹെഡ്. അതൊന്ന് റീഡ് ചെയ്യൂ.
വായിച്ചു കഴിഞ്ഞെങ്കിൽ ഒന്ന് തമ്പ് ചെയ്യൂ കേട്ടോ. രശ്മി നേരത്തെ പോയല്ലോ, ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. മാം അത് ഒരു അർജന്റ് കോള് വന്ന് എനിക്ക് വെളിയിൽ പോവേണ്ട ആവശ്യം, ട്രാവലിംഗിലാ. വായിക്കാനാണ് വിളിച്ചത്. കോള് വന്നു, ഞാൻ ഇപ്പൊ കാറിലാണ് കേട്ടോ, അതാ പെട്ടെന്ന് കേറിയത്. ക്ലാസ് മിസ്സാക്കണ്ടെന്ന് പറഞ്ഞ് കേറിയത്. ഓക്കെ. ഓക്കെ, രശ്മി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ റീഡ് ചെയ്തിട്ട്? മാം ഞാൻ അതാ പറഞ്ഞ, ട്രാവലിംഗിലാ, ടെക്സ്റ്റ് എടുത്തില്ല. ട്രാവലിംഗിലാണോ? ഓക്കെ ഓക്കെ, സോറി സോറി, ഞാൻ വേറെ ആരെങ്കിലും വായിച്ചു. ലിജി സ്റ്റീഫൻ റീഡ് ചെയ്യാമോ? മാം ഞാനേ ഹലോ പറഞ്ഞോളൂ മാം. ഞാൻ കൊച്ചിനെ കൊണ്ടുവരാൻ വേണ്ടി റോട്ടിൽ വന്നേക്കണേ, മഴയായതുകൊണ്ടേ. അല്ലേ? ഓക്കെ, ആരാണ് റീഡ് ചെയ്യാ? ഞാൻ വിളിക്കുന്നില്ല, എന്നാ നിങ്ങൾ തന്നെ പറയാം. പറഞ്ഞോട്ടെ മിസ്. രാജലക്ഷ്മി പറഞ്ഞോളൂ. Financial responsibilities of the school head. The following are the major financial responsibilities of the school head: to prepare school financial policy or school budget. സ്കൂളിന്റെ സാമ്പത്തികപരമായ ബഡ്ജറ്റോ അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങളോ തയ്യാറാക്കുക. To supervise whether the allocations in the school budget are spent in accordance with the financial regulations and logistics. സ്കൂളിലുള്ള ബഡ്ജറ്റിന്റെ ചെലവഴിച്ചതായതും നമുക്ക് കിട്ടിയതായ ബഡ്ജറ്റൊക്കെ അതിന്റെ ഒരു നേതൃത്വം നടത്തുക. പിന്നെ അതുപോലെ ഫിനാൻഷ്യൽ സാമ്പത്തിക നിയന്ത്രണങ്ങൾക്കും അതുപോലെ തന്നെ ലോജിസ്റ്റിക്സിനും അനുസരിച്ചിട്ട് സ്കൂൾ ബഡ്ജറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് സ്കൂളിന്റെ റെഗുലേഷൻ നിയമങ്ങളുണ്ട്, അതിനനുസരിച്ചിട്ട് വേണം സ്കൂൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, അടുത്ത വായിച്ചോളൂ.
To collect the earnings such as tuition fees, caution deposit, exam fees, uniform fees and so on. അതായത് സ്കൂളിന്റെ ഓരോ സാമ്പത്തികപരമായ കാര്യങ്ങൾ കളക്ട് ചെയ്യുക. അതായത് ട്യൂഷൻ ഫീസ്, പോർഷൻ ഡെപ്പോസിറ്റ്, പരീക്ഷാ ഫീസ്, പിന്നെ യൂണിഫോമിനുള്ള ഫീസൊക്കെ കളക്ട് ചെയ്യുക. To see whether records are carefully kept for all items of expense. എല്ലാ റെക്കോർഡും സൂക്ഷിച്ചു വെക്കുക. ഓരോ ചെലവിന്റെ കണക്കുകളും ഒക്കെ സൂക്ഷിച്ചു വെക്കുക. To see whether payments are made to teachers, staff and others. പേയ്മെന്റ്സ് ഒക്കെ ടീച്ചേഴ്സിന്റെയും സ്റ്റാഫിനെയും മറ്റുള്ളവരുടെയും പേയ്മെന്റ്സ് ഒക്കെ എന്താ അതൊക്കെ payments ഉണ്ടാക്കുക. To see whether a good system of accounting is correctly maintained in the school. ഒരു കറക്റ്റ് രീതിയിൽ സ്കൂളിലെ അക്കൗണ്ടിങ്ങിന്റെ ഇത് ശരിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അക്കൗണ്ടിങ് ശരിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. So the teacher gets the work of fees collection only. അതുകൊണ്ട് ടീച്ചറിന് ഫീസ് കളക്ഷന്റെ വർക്ക് മാത്രമേ ചെയ്യേണ്ടുള്ളൂ. ദ ഫീസ് ആർ കളക്റ്റഡ് ഇൻ ദ ഫോളോയിങ് ഹെഡ്സ്. മറ്റു പലരും ആയിരിക്കും ആ ഫീസ് കളക്ട് ചെയ്യേണ്ടത്. അപ്പോ ഒരു സ്കൂളില് സ്കൂൾ ഹെഡിന്റെ ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി, അവരുടെ സാമ്പത്തികപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. The following are the major financial responsibility of the school head. Second, ഓക്കെ. അപ്പൊ താഴെ പറയുന്ന കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ഒരു എന്താ പറയാ ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. ആദ്യത്തേത് ടു പ്രിപ്പയർ സ്കൂൾ ഫിനാൻഷ്യൽ പോളിസി ഓർ സ്കൂൾ ബഡ്ജറ്റ്. സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാമ്പത്തിക നയം അല്ലെങ്കിൽ സ്കൂൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ആരാ? അത് സ്കൂൾ ഹെഡ് ആണ്. രണ്ടാമത്തെ പോയിന്റ്, ടു സൂപ്പർവൈസ് വെദർ ദ അലോക്കേഷൻ ഇൻ ദ സ്കൂൾ ബഡ്ജറ്റ് ആർ സ്പെൻഡ് ഇൻ അക്കോർഡ് വിത്ത് ദ ഫിനാൻഷ്യൽ റെഗുലേഷൻ ആൻഡ് ദി ലോജിസ്റ്റിക്സ്. അതായത് സ്കൂളിന്റെ നിയന്ത്രണങ്ങൾക്കും അതുപോലെ തന്നെ ലോജിസ്റ്റിക്സിനും അനുസൃതമായിട്ടാണ് സ്കൂളിലേക്കുള്ള ബഡ്ജറ്റിന്റെ അലോക്കേഷൻ നടത്തേണ്ടത്. അതായത് സ്കൂളിന്റെ നിയമങ്ങൾക്ക് അനുസരിച്ചിട്ട് വേണം എന്ത് നടപ്പിലാക്കാൻ? സ്കൂൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ. മൂന്നാമത്തെ പോയിന്റ്, ടു കളക്ട് ഏർണിംഗ്സ് സച്ച് ആസ് ട്യൂഷൻ ഫീസ്, കോഷൻ ഡെപ്പോസിറ്റ്, എക്സാം ഫീസ്, യൂണിഫോം ഫീസ് ആൻഡ് സോ ഓൺ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടിട്ടുള്ളത് ട്യൂഷൻ ഫീസ് കളക്ട് ചെയ്യുക, അതുപോലെ തന്നെ ഡെപ്പോസിറ്റുകൾ കളക്ട് ചെയ്യുക, എക്സാം ഫീസ്, യൂണിഫോം ഫീസ്, ഇതൊക്കെ കളക്ട് ചെയ്യുക കേട്ടോ. അടുത്ത പോയിന്റ്, ടു സീ വെദർ റെക്കോർഡ്സ് ആർ കെയർഫുള്ളി കെപ്റ്റ് ഫോർ ഓൾ ഐറ്റംസ് ഓഫ് എക്സ്പെൻസസ്. അതുപോലെ തന്നെ വളരെ കെയർഫുൾ ആയിട്ട് എന്ത് ചെയ്യുക? അതായത് സ്കൂളിന്റെ എക്സ്പെൻസ്, ചെലവുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ സൂക്ഷിക്കുക. The next point, to see whether payments are made to teachers, staff and others. അതായത് പേയ്മെന്റുകൾ, പലതരത്തിലുള്ള പേയ്മെന്റുകൾ കൊടുക്കുക എന്നുള്ളത്, ടീച്ചേഴ്സിനായാലും മറ്റുള്ളവർക്കായാലും പേയ്മെന്റുകൾ കൊടുക്കുക, ശമ്പളം കൊടുക്കുക എന്നുള്ളത് കേട്ടോ. To see whether a good system of accounting is correctly maintained in school. അതായത് നല്ല രീതിയിലുള്ള ഒരു അക്കൗണ്ടിംഗ് സംവിധാനമാണോ നമ്മുടെ സ്കൂളുകളിൽ നിലനിൽക്കുന്നതെന്ന് ചെക്ക് ചെയ്യുക. So the teacher get the work of fees collection only. ടീച്ചർക്കാണ് പ്രധാനമായിട്ടും ഫീസ് കളക്ഷൻ വരുന്നത്. താഴെ പറയുന്ന രീതികളിലാണ് അവരത് കളക്ട് ചെയ്യുക. അപ്പൊ ഏതൊക്കെ തരത്തിലാണ് ഫീസുകൾ കളക്ട് ചെയ്യുന്നതെന്നാണ് താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആ പേജ് ഒന്ന് നിങ്ങൾ റീഡ് ചെയ്യുക. സെക്കൻഡ് പേജ് കേട്ടോ, അല്ല തേർഡ് പേജ്, സോറി സെക്കൻഡ് പേജ്.
റീഡ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ പറയാം കേട്ടോ. അളക വായിച്ചു കഴിഞ്ഞോ? അളക യെസ് മിസ്, വായിച്ചു. ഓപ്പണിംഗ് ഫീസ് ഒന്ന് പറയാമോ? Okay. In this special fees, library fees, admission fees, books and notebooks fees, and other fees which are collected in the starting of educational year will be constituted. Opening fees എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂള് തുറക്കുന്ന ടൈമില് സ്റ്റാർട്ടിങ്ങില് വാങ്ങുന്ന ഫീസുകൾ, സ്പെഷ്യൽ ഫീസും പിന്നെ ലൈബ്രറിയിലേക്കുള്ള ഫീസ്, പിന്നെ അഡ്മിഷന്റെ പ്രൊസീജിയറിനുള്ള ഫീസ്, ബുക്ക്, നോട്ട്ബുക്ക്, പിന്നെ അങ്ങനെയുള്ള യൂണിഫോം ഒക്കെ. ഈ യൂണിഫോം ഒക്കെ അതിൽ പെടൂല മിസ്? എന്താണ് യൂണിഫോം ഒക്കെ അതിനകത്തല്ല വരുന്നേ, വേറെ അങ്ങനെ ബുക്സിനും നോട്ട്ബുക്കിനും അതിനൊക്കെ ഉള്ള ഫീസ്, അങ്ങനെയുള്ള ഫീസിനെയാണ് ഓപ്പണിംഗ് ഫീസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുട്ടികളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഫീസാണ് ഓപ്പണിംഗ് ഫീസ്. അതിനകത്ത് സ്പെഷ്യൽ ഫീസുകൾ വരാം, ലൈബ്രറി ഫീസുകൾ വരാം, അതുപോലെ തന്നെ അഡ്മിഷൻ ഫീസ് വരാം, ബുക്സിന്റെയും നോട്ട് ബുക്കിന്റെയും ഫീസുകൾ വരാം കേട്ടോ. ഇത്രയും ഫീസുകളാണ് ഇതിൽ വരുന്നത്, ഓപ്പണിംഗ് ഫീസിൽ വരുന്നത്. ഇനി രണ്ടാമത്തേതാണ് ട്യൂഷൻ ഫീസ്. ട്യൂഷൻ ഫീസ് അല്ലെങ്കിൽ മന്ത്ലി ഫീസ് എന്ന് പറയും. രാജലക്ഷ്മി ഒന്ന് വാങ്ങിച്ചേ. രാജലക്ഷ്മി, tuition fees or monthly fees. This is not for the tuition she is taking out of the school hours. This is only the general monthly fees from which salary is paid. In some schools they are receiving it as term fees. ഇത് സ്കൂള് വർക്ക് ചെയ്യുന്ന സമയത്ത് എടുക്കുന്ന ട്യൂഷൻ ആയിരിക്കില്ല. ഇത് സാധാരണ നമ്മള് മാസം കൊടുക്കുന്ന ഫീസ് പോലെ ആയിരിക്കും, സാലറി പോലെ മാസം കൊടുക്കുന്ന ഫീസ് ആയിരിക്കും. ചില സ്കൂളിൽ അവര് ഇത് ടേം ഫീസ് പോലെ അവര് വാങ്ങുന്നുണ്ട്. അതായത് ഇത് ടീച്ചേഴ്സ് ട്യൂഷൻ എടുക്കുന്നതിന് കൊടുക്കുന്ന ഫീസ് അല്ല എന്നാണ് പറയുന്നത്. ഇത് ജനറൽ ആയിട്ട് മന്ത്ലി ഫീസ് ആയിട്ട് കുട്ടികളിൽ നിന്ന് വാങ്ങാറുള്ള ഫീസാണ്. അതായത് മാസാമാസം ഒരു തുക എന്ത് ചെയ്യാറുണ്ട്, കുട്ടികളിൽ നിന്ന് കളക്ട് ചെയ്യാറുണ്ടോ? നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കാറുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പോ ഈ തുക എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ടീച്ചേഴ്സിന് ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മാസാമാസം എന്ത് ചെയ്യണം? ടീച്ചേഴ്സിന് സാലറി കൊടുക്കണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ടും കൂടി ഈ ഫീസ് അവര് കളക്ട് ചെയ്യുന്നത്.
അതുപോലെ തന്നെ ചില സ്കൂളുകളാണെങ്കിൽ ഇത് ടേം ഫീസ് ആയിട്ടാണ് വാങ്ങിക്കാറ്. ഓക്കെ, അത്രയുമാണ് ട്യൂഷൻ ഫീ അല്ലെങ്കിൽ മന്ത്ലി ഫീ കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും വരെ ഞാനൊന്ന് എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും പ്രോഗ്രാം നല്ല രീതിയിലൊക്കെ ചെയ്യാനായിട്ട് തയ്യാറായിട്ട് വരിക കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ? ഇപ്പൊ എന്തൊക്കെ പ്രോഗ്രാമാണ്? അത് നിങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്യുക. എന്തൊക്കെ പ്രോഗ്രാം ഏറ്റവും നല്ല രീതിയിൽ ഭംഗിയാക്കാൻ എന്തൊക്കെ പ്രോഗ്രാമുകൾ ആഡ് ചെയ്യാന്ന് നിങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മിനിറ്റ്. ഓക്കെ, അത് നിങ്ങൾ തന്നെ അറേഞ്ച് ചെയ്യട്ടോ. നാടൻ പാട്ടുകൾ പാടാം, ഡാൻസ് കളിക്കാം, തിരുവാതിര കളിക്കാം, ഉപന്യാസം നടത്താം, ക്വിസ് നടത്താം, ഒക്കെ ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ വൈൻഡ് അപ്പ് ചെയ്തോട്ടെ? Sign out. സൈൻ ഔട്ട് ചെയ്തോളൂ. Thank you, ma'am, for today's class. Today we learned about factors influencing planning, then financial assistance, financial responsibilities of school head, and also the fee structure in a school. We are looking forward to learn more from you in other classes. Once again, thank you, and thank you, my dear friends. ഓക്കെ, Thank you. താങ്ക് യു. താങ്ക് യു.